അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഖ്യാപനം 24 മണിക്കൂറിനകമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചുമതലപ്പെടുത്തി. ആരും ഭയപ്പെടുകയോ ഒളിച്ചോടുകയോ ഇല്ലെന്ന് ജയറാം രമേശ് പറഞ്ഞു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്, യുപിയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ഈ പ്രഖ്യാപനം വൈകുന്നതിൽ. ഇനിയിപ്പോൾ 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. എന്താണ് അവസാന ഘട്ടത്തിലെ ആലോചനകൾ? ഗൂഗിൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 നാൾ മാത്രമേ ഉള്ളൂ. അപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ കോൺഗ്രസ് നടത്തിയിട്ടില്ല. എന്തായാലും 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തന്നെ ഇന്നലെ തെരുവിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാന കോൺഗ്രസ് ഘടകവും ഇരു നേതാക്കളും മത്സരരംഗത്ത് വേണമെന്നൊരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സമ്മർദ്ദം ിടയിലും ഇതുവരെ വൈകുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്തായാലും നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നാളത്തെ പ്രഖ്യാപനം എന്തായാലും ഉണ്ടാകുമെന്ന് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സ്മൃതി ഇറാനി വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. ഇതിനിപ്പോൾ മറുപടിയിട്ടാണ് ആരും ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഒളിച്ചോടുകയോ ഇല്ല എന്നാണ് ഇപ്പോൾ ജയറാം രമേശ് ഇതിനോട് മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് അമേഠി. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമാണ്. കഴിഞ്ഞ 2019 രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി മത്സരത്തിൽ മണ്ഡലത്തിൽ സ്മൃതി ഇറാനി വിജയിക്കുകയും രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിൽ എത്തുമോ അതോ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.